ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അഭിമന്യൂസ് വേൾഡ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് കഥാപാത്രങ്ങൾ, കൃതികൾ. മലയാളം സാഹിത്യം എന്ന വിഭാഗത്തിലെ കഥാപാത്രങ്ങൾ, കൃതികൾ എന്ന ടോപ്പിക്കാണ് നമ്മൾ പഠിക്കുന്നത്. ഭീമൻ എന്ന കഥാപാത്രം രണ്ടാമൂഴം എന്ന കൃതിയിലേതാണ്. ഭീമൻ, രണ്ടാമൂഴം, ചെമ്പൻ കുഞ്ഞു കറുത്തമ്മ പളനി. ഈ മൂന്ന് പേരെ നമുക്ക് അടുത്തറിയാവുന്ന മൂന്ന് പേരുകളാണ്. ചെമ്പൻ കുഞ്ഞു കറുത്തമ്മ പളനി, ചെമ്മീൻ. ഭീമൻ എന്ന കഥാപാത്രം രണ്ടാമൂഴത്തിലേതാണ്. ചെമ്പൻ കുഞ്ഞു കറുത്തമ്മ പളനി ചെമ്മീനിലെ കഥാപാത്രങ്ങളാണ്. മദനൻ ചന്ദ്രിക. മദനൻ ചന്ദ്രികയെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത മലയാളികളില്ല. അതുകൊണ്ട് മദനൻ ചന്ദ്രികയും രമണൻ എന്ന കൃതിയിലെ രണ്ട് കഥാപാത്രങ്ങളാണ് മദനനും ചന്ദ്രികയും. ഭീമൻ രണ്ടാമൂഴം, ചെമ്പൻ കുഞ്ഞു കറുത്തമ്മ പളനി ചെമ്മീൻ, മദനൻ ചന്ദ്രിക രമണനാണ്. ചെല്ലപ്പൻ അനുഭവങ്ങൾ പാളിച്ചകൾ. ചെല്ലപ്പൻ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന കൃതിയിലെ കഥാപാത്രമാണ്. സാവിത്രി ദുരവസ്ഥ എന്ന കൃതിയിലെ കഥാപാത്രമാണ് സാവിത്രി ദുരവസ്ഥ. ചെല്ലപ്പൻ അനുഭവങ്ങൾ പാളിച്ചകൾ, സാവിത്രി ദുരവസ്ഥ. ഭീമൻ രണ്ടാമൂഴം, ചെമ്പൻ കുഞ്ഞു കറുത്തമ്മ പളനി ചെമ്മീൻ, മദനൻ ചന്ദ്രിക രമണൻ. ചെല്ലപ്പൻ അനുഭവങ്ങൾ പാളിച്ചകൾ, സാവിത്രി ദുരവസ്ഥ. വിമലയും അമർ സിംഗും മഞ്ഞു എന്ന കൃതിയിലെ രണ്ട് കഥാപാത്രങ്ങളാണ്. വിമലയും അമർ സിംഗ്. വിമല, അമർ സിംഗ് എന്നിവർ മഞ്ഞു എന്ന കൃതിയിലെ രണ്ട് കഥാപാത്രങ്ങളാണ്. ഓമഞ്ചി എന്നത് ഒരു തെരുവിൻ്റെ കഥ എന്ന കൃതിയിലെ കഥാപാത്രമാണ്. ഓമഞ്ചി ഒരു തെരുവിൻ്റെ കഥ എന്ന കൃതിയിലെ കഥാപാത്രമാണ് ഓമഞ്ചി. ഭീമൻ രണ്ടാമൂഴം, ചെമ്പൻ കുഞ്ഞു കറുത്തമ്മ പളനി ചെമ്മീൻ, മദനൻ ചന്ദ്രിക രമണൻ. ചെല്ലപ്പൻ അനുഭവങ്ങൾ പാളിച്ചകൾ, സാവിത്രി ദുരവസ്ഥ. വിമലയും അമർ സിംഗും മഞ്ഞു എന്ന കൃതിയാണ്. ഓമഞ്ചി ഒരു തെരുവിൻ്റെ കഥ. പഠിച്ചല്ലോ. 2-3 വട്ടം നിങ്ങൾ പറഞ്ഞു തന്നെ പഠിക്കുക. അടുത്തത് നമുക്ക് നോക്കാം. സുഹറ എന്നത് ബാല്യകാല സഖിയിലെ കഥാപാത്രമാണ്. സുഹറ ബാല്യകാല സഖിയാണ്. സേതു കാലം എന്ന കൃതിയിലെ കഥാപാത്രമാണ് സേതു. സുഹറ ബാല്യകാല സഖി, സേതു കാലം എന്ന കൃതിയിലെ കഥാപാത്രമാണ്. ശിവാനി ഗുരുസാഗരം എന്ന കൃതിയിലെ കഥാപാത്രമാണ് ശിവാനി. സുഹറ ബാല്യകാല സഖി, സേതു കാലം, ശിവാനി ഗുരുസാഗരം. ജിതേന്ദ്രൻ മനുഷ്യന് ഒരു ആമുഖം. ജിതേന്ദ്രൻ എന്ന കഥാപാത്രം മനുഷ്യന് ഒരു ആമുഖം എന്ന കൃതിയിലെ കഥാപാത്രമാണ്. സുഹറ ബാല്യകാല സഖി, സേതു കാലം, ശിവാനി ഗുരുസാഗരം. ജിതേന്ദ്രൻ മനുഷ്യന് ഒരു ആമുഖം. അപ്പുണ്ണി നാലുകെട്ട് എന്ന കൃതിയിലെ കഥാപാത്രമാണ് അപ്പുണ്ണി. നാലുകെട്ട് എന്ന കൃതിയിലെ കഥാപാത്രമാണ് അപ്പുണ്ണി. സുഭദ്ര മാർത്താണ്ഡവർമ്മ എന്ന കൃതിയിലെ കഥാപാത്രമാണ് സുഭദ്ര. സുഹറ ബാല്യകാല സഖി, സേതു കാലം, ശിവാനി ഗുരുസാഗരം. ജിതേന്ദ്രൻ മനുഷ്യന് ഒരു ആമുഖം, അപ്പുണ്ണി നാലുകെട്ട്, സുഭദ്ര മാർത്താണ്ഡവർമ്മ. പാത്തുമ്മ പാത്തുമ്മയുടെ ആട് എന്ന കൃതിയിലെ കഥാപാത്രമാണ് പാത്തുമ്മ. ശ്രീധരൻ ഒരു ദേശത്തിൻ്റെ കഥ. ശ്രീധരൻ എന്നത് ഒരു ദേശത്തിൻ്റെ കഥ എന്ന കൃതിയിലെ കഥാപാത്രമാണ്. വൈത്തിപ്പട്ടർ ശാരദ എന്ന കൃതിയിലെ കഥാപാത്രം. വൈത്തിപ്പട്ടർ ശാരദ എന്ന കൃതിയിലെ കഥാപാത്രമാണ്. ക്ലാസിപ്പേർ കയർ എന്ന കൃതിയിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ക്ലാസിപ്പേർ. ക്ലാസിപ്പേർ എന്നത് കയർ എന്ന കൃതിയിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. ഭ്രാന്തൻ ചാന്നാൻ എന്നത് മാർത്താണ്ഡവർമ്മ എന്ന കൃതിയിലെ കഥാപാത്രമാണ്. മാർത്താണ്ഡവർമ്മ എന്ന കൃതിയിലെ ഒരു കഥാപാത്രം നമ്മൾ നേരത്തെ പഠിച്ചതാണ് സുഭദ്ര. സുഭദ്രയും ഭ്രാന്തൻ ചാന്നാനും മാർത്താണ്ഡവർമ്മ എന്ന കൃതിയിലെ കഥാപാത്രമാണ്. സുഹറ ബാല്യകാല സഖി, സേതു കാലം, ശിവാനി ഗുരുസാഗരം. ജിതേന്ദ്രൻ മനുഷ്യനൊരാമുഖം, അപ്പുണ്ണി നാലുകെട്ട്, സുഭദ്രയും ഭ്രാന്തൻ ചാന്നാനും മാർത്താണ്ഡവർമ്മ. പാത്തുമ്മ പാത്തുമ്മയുടെ ആട് എന്ന കൃതിയിലെ കഥാപാത്രം ശ്രീധരൻ ഒരു ദേശത്തിൻ്റെ കഥ. വൈത്തിപ്പട്ടർ ശാരദ, ക്ലാസിപ്പേർ കയർ. ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ. 2-3 തവണ നിങ്ങൾ വീഡിയോ കാണുക, പറഞ്ഞ് പഠിക്കുക, നന്നായിട്ട് തന്നെ പരീക്ഷ എഴുതുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. സൂര്യ നമ്പൂതിരിപ്പാട്, പഞ്ചുമേനോൻ, മാധവൻ തുടങ്ങിയവർ ഇന്ദുലേഖ എന്ന കൃതിയിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. സൂര്യ നമ്പൂതിരിപ്പാട്, പഞ്ചുമേനോൻ, മാധവൻ, ഇന്ദുലേഖ. ദാസൻ എന്നത് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന കൃതിയിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. ദാസൻ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. കുന്തൻ എന്നത് മരുഭൂമികൾ ഉണ്ടാകുന്നത് എന്ന കൃതിയിലെ പ്രധാനപ്പെട്ട കഥാപാത്രം. അത് രണ്ടും പഠിച്ചല്ലോ. ദാസൻ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലും കുന്തൻ മരുഭൂമികൾ ഉണ്ടാകുന്നത്. അടുത്തത് കാർത്തി എന്നത് സൂഫി പറഞ്ഞ കഥ എന്ന കൃതിയിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. കാർത്തി സൂഫി പറഞ്ഞ കഥ.
ഗോവിന്ദൻകുട്ടി എന്നത് അസുരവിത്ത് എന്ന കൃതിയിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. ഗോവിന്ദൻകുട്ടി അസുരവിത്താണ്, അങ്ങനെ ഓർത്തിരിക്കാം നമുക്ക്. കാർത്തി എന്നത് സൂഫി പറഞ്ഞ കഥ എന്ന കൃതിയിലെ കഥാപാത്രമാണെങ്കിൽ ഗോവിന്ദൻകുട്ടി അസുരവിത്ത് എന്ന കൃതിയിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. ഓടയിൽ നിന്ന് എന്ന കൃതിയിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് പപ്പു. പപ്പു ഓടയിൽ നിന്ന് എന്ന കൃതിയിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ്. രവി ഖസാക്കിൻ്റെ ഇതിഹാസം. രവി എന്നത് ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന കൃതിയിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് രവി. രഘു എന്നത് വേരുകൾ എന്ന കൃതിയിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് രഘു. ചുടലമുത്ത് തോട്ടിയുടെ മകൻ എന്ന കൃതിയിലെ പ്രധാനപ്പെട്ട കഥാപാത്രം രഘു. വേരുകൾ എന്ന കൃതിയിലേതാണെങ്കിൽ ചുടലമുത്ത് തോട്ടിയുടെ മകൻ എന്ന കൃതിയിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് വെള്ളായി അപ്പൻ. കടൽ തീരത്ത് എന്ന കൃതിയിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് വെള്ളായി അപ്പൻ. മാര എന്ന കഥാപാത്രം നെല്ല് എന്ന കൃതിയിലെ കഥാപാത്രമാണ്. മാര എന്നത് നെല്ല് എന്ന കൃതിയിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ്. കുട്ടിപ്പാപ്പൻ എന്നത് അലാഹയുടെ പെൺമക്കൾ. അലാഹയുടെ പെൺമക്കൾ എന്ന കൃതിയിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് കുട്ടിപ്പാപ്പൻ. കൂടാതെ തന്നെ കോക്കാഞ്ചിറ മറിയം എന്നതും അലാഹയുടെ പെൺമക്കൾ എന്ന കൃതിയിലെ 2 കഥാപാത്രങ്ങളാണ്. അന്നേരം കുട്ടിപ്പാപ്പനും കോക്കാഞ്ചിറ മറിയവും. ചേതന എന്ന കഥാപാത്രം ആരാച്ചാർ എന്ന കൃതിയിലേതാണ്. ചേതന ആരാച്ചാർ എന്ന കൃതിയിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ്. അള്ളാപ്പിച്ച മൊല്ലാക്ക ഖസാക്കിൻ്റെ ഇതിഹാസം. നമ്മൾ നേരത്തെ രവി എന്നൊരു കഥാപാത്രത്തെക്കുറിച്ച് പഠിച്ചത് ഓർക്കുന്നുണ്ടോ? അപ്പോൾ രവി, അള്ളാപ്പിച്ച മൊല്ലാക്ക കൂടാതെ അപ്പുക്കിളി, ഈ 3 കഥാപാത്രങ്ങളും ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന കൃതിയിലെ കഥാപാത്രങ്ങളാണ്. ആരൊക്കെയാണ്? രവി, അള്ളാപ്പിച്ച മൊല്ലാക്ക, അപ്പുക്കിളി. ക്ലിയർ ആയല്ലോ. അടുത്തത് അൽഫോൺസ് അച്ഛൻ ദൈവത്തിൻ്റെ വികൃതികൾ. ദൈവത്തിൻ്റെ വികൃതികൾ എന്ന കൃതിയിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് അൽഫോൺസ് അച്ഛൻ. നജീബ് ആടുജീവിതം എന്ന കൃതിയിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് നജീബ്. കോക്കാഞ്ചിറ മറിയവും നമ്മൾ നേരത്തെ പഠിച്ച കുട്ടിപ്പാപ്പനും അലാഹയുടെ പെൺമക്കളാണ് അല്ലേ? അപ്പോൾ ക്ലിയർ ആയല്ലോ ഈ ഭാഗം. നമുക്ക് ഒന്നുകൂടെ നോക്കാം. രഘു വേരുകൾ, ചുടലമുത്ത് തോട്ടിയുടെ മകൻ, വെള്ളായപ്പൻ കടൽ തീരത്ത്, മാരയും മല്ലനും നെല്ല് എന്ന കൃതിയിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് മാര. അതിൻ്റെ കൂടെ തന്നെ മല്ലൻ എന്നൊരു കഥാപാത്രം കൂടെ ഉണ്ട് നെല്ല് എന്ന കൃതിയിൽ. കുട്ടിപ്പാപ്പനും കൂടാതെ തന്നെ കോക്കാഞ്ചിറ മറിയം, ഇത് രണ്ടും അലാഹയുടെ പെൺമക്കൾ എന്ന കൃതിയിലെ കഥാപാത്രങ്ങളാണ്. ചേതന ആരാച്ചാർ, അള്ളാപ്പിച്ച മൊല്ലാക്ക, രവി, അപ്പുക്കിളി ഇവർ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന കൃതിയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ്. അൽഫോൺസ് അച്ഛൻ ദൈവത്തിൻ്റെ വികൃതികൾ, നജീബ് ആടുജീവിതം. ഒരു കൃതിയിൽ തന്നെ 2-3 കഥാപാത്രങ്ങൾ വരുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ചെമ്പൻ കുഞ്ഞ്, കറുത്തമ്മ, പളനി, ചെമ്മീൻ ഓർമ്മയുണ്ടോ? മദനനും ചന്ദ്രികയും രമണനായിരുന്നു. പിന്നീട് നമ്മൾ വിമലയും അമർസിംഗും മഞ്ഞ് എന്ന കൃതിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് മാർത്താണ്ഡവർമ്മ എന്ന കൃതിയിലെ പ്രധാനപ്പെട്ട 2 കഥാപാത്രങ്ങൾ സുഭദ്രയും ഭ്രാന്തൻ ചാന്നാനുമാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ വിട്ടുപോയ 2 കഥാപാത്രങ്ങളാണ് ഹരിപഞ്ചാനനും ചന്ദ്രക്കാരനും. അവർ ധർമ്മരാജ എന്ന കൃതിയിലെ പ്രധാനപ്പെട്ട 2 കഥാപാത്രങ്ങളാണ് ഹരിപഞ്ചാനനും ചന്ദ്രക്കാരനും. പിന്നീട് നമ്മൾ 3 പേരെ പഠിച്ചു ഇന്ദുലേഖ എന്ന കൃതിയിൽ. ആരൊക്കെയായിരുന്നു? സൂര്യൻ നമ്പൂതിരിപ്പാട്, പഞ്ചുമേനോൻ, മാധവൻ. ഇവർ 3ഉം ഇന്ദുലേഖ എന്ന കൃതിയിലെ കഥാപാത്രങ്ങളായിരുന്നു. അതിനുശേഷം മാര, മല്ലൻ ഇവർ 2 പേരും നെല്ല് എന്ന കൃതിയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് മാരയും മല്ലനും. അതിനുശേഷം നമ്മൾ ഖസാക്കിൻ്റെ ഇതിഹാസം, അതിൽ നിന്ന് അള്ളാപ്പിച്ച മൊല്ലാക്ക, അപ്പുക്കിളി, രവി 3 കഥാപാത്രങ്ങളെ പഠിച്ചു. ഖസാക്കിൻ്റെ ഇതിഹാസം. പിന്നീട് നമ്മൾ അലാഹയുടെ പെൺമക്കൾ, അതിൽ നിന്ന് കോക്കാഞ്ചിറ മറിയവും പിന്നീട് പഠിച്ചത് കുട്ടിപ്പാപ്പൻ എന്ന 2 കഥാപാത്രങ്ങളായിരുന്നു. അപ്പോൾ വീഡിയോസൊക്കെ നല്ലതുപോലെ തന്നെ വാച്ച് ചെയ്ത് നിങ്ങൾ കാണുക, റിപ്പീറ്റ് ചെയ്ത് തന്നെ കണ്ട് പഠിക്കുക. പിന്നീട് എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. നമ്മളെപ്പോലെ PSC ആസ്പിറൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. എല്ലാവരും വീഡിയോ പ്രയോജനപ്പെടുത്തുക. നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.